നമസ്കാരം പ്രിയപ്പെട്ടവരെ. കുറച്ച് ദിവസം മുമ്പും അതിനുശേഷവുമൊക്കെ പട്ടും പുളിമർമ്പ് റോഡിൻ്റെ ദയനീയാവസ്ഥയെക്കുറിച്ച് ന്യൂസിൽ വന്നിരുന്നു. ഞാനും ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയും മാതൃഭൂമി ന്യൂസ് ഒന്ന് വന്നിരുന്നു. അപ്പം അതിൻ്റെ റിപ്പോർട്ട് ലൈവായിട്ട് പോയിട്ടുണ്ട്. മഴ മാറിയിരിക്കുന്ന സമയത്ത് അതിലിപ്പം വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് വരെ കടത്തി വിട്ടിരുന്നില്ല. ഇപ്പം 4-5 ദിവസമായിട്ട് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ മഴ മാറിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം. ഈ മഴ വീണ്ടും എപ്പോഴാണ് മഴ വരുവാന്ന് പറയാനില്ല. അപ്പം മഴ വന്നാൽ ആ റോഡിൻ്റെ അവസ്ഥ വീണ്ടും ദയനീയാവസ്ഥയായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂസ് ഇന്നും മാതൃഭൂമി ന്യൂസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കണ്ടു നോക്കൂ. നോക്കുമ്പോൾ മണ്ണ് പല ഭാഗങ്ങളിലും അടർന്നു വീണിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷവും റോഡ് തകരാവുന്ന അവസ്ഥയുണ്ട്. തൊട്ടപ്പുറത്തായിട്ടൊരു വീടും നമുക്ക് കാണാൻ സാധിക്കും. ആ വീടിന്റെ താഴ്ഭാഗം, അതായത് മണ്ണ് ഇടിഞ്ഞിടിഞ്ഞു പോയി അതിന്റെ അടിത്തറ വരെ കണ്ടു തുടങ്ങി. അപ്പോൾ ആ വീടുകളിൽ നിന്നുള്ള ആളുകളെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കഴിയാൻ ഉള്ളത്. ഇതാണ് മഞ്ചക്കുന്ന് എന്ന സ്ഥലത്തെ അവസ്ഥ. പലതവണ പരാതികളൊക്കെ പറഞ്ഞാണ്. ഇനിയിപ്പോ മഴ ഇപ്പം മാറി നിൽക്കുന്ന ആശ്വാസമാണ്. ഇനിയിപ്പോ ശക്തമായ മഴ ഇനിയും ഉണ്ടായാൽ വലിയ രീതിയിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവഴി പോകാനോ ഇവിടെ ജീവിക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടാവും. ഇപ്പോ നാട്ടുകാരൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശരിക്കും നിങ്ങൾക്കൊരു ഭീതിയാണോ ഇപ്പോൾ? സത്യം പറഞ്ഞാൽ ഇതില് പോകുന്നവർക്ക് നല്ല രീതിയിൽ ഭയത്തോടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ഞാനിതില് ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് സ്കൂട്ടർ എടുത്തിട്ട് റോഡ് അടക്കുന്നതിന് മുമ്പേ മഴക്ക് മുമ്പേ പോകുമ്പോൾ തന്നെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഈ സൈഡ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. 2 വീലറൊക്കെ ആയിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ബസ് പോകുന്ന റോഡാണ്, വലിയ ലോറി പോകുന്ന റൂട്ടാണ്. കാരണം മഴ മാറിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 3-4 ദിവസമായിട്ട് മഴയില്ല. ആ സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്താൽ അത്രയും ഉപകാരമായിരിക്കും. കാരണം താൽക്കാലികമായിട്ട് ചെയ്യുന്നതിന് പകരം സ്ഥിരമായിട്ടൊരു പോംവഴി കണ്ടെത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ വാഹനങ്ങളും ഓട്ടോ, 2 വീലർ, ബസ്, ലോറി എല്ലാം പോകുന്ന റൂട്ടാണ്. ഇത് ഒരു ഇടവേള ഇല്ലാണ്ട് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന റൂട്ടാണ്. കാരണം നിർത്തിവെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ബാക്കിയുള്ളവർ വളഞ്ഞു മൂക്കുപിടിക്കേണ്ട അവസ്ഥയാണ്, വളഞ്ഞു പോകേണ്ട അവസ്ഥ. അപ്പൊ അതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. അതായത് തളിപ്പറമ്പ് നഗരത്തിൽ നിന്ന് പട്ടുവത്തേക്ക് പോകുന്ന, പുളിമ്പുറ വഴി പട്ടുവത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഈ ക്യാമറ ആംഗിളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഒരു വശത്ത് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറുവശത്തും ഇതേ അവസ്ഥയാണ്. അപ്പൊ നടുക്കൊരു റോഡ് മാത്രമാണ് ഇവിടെയുള്ളത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ദേശീയപാത നിർമ്മാണം. ഇപ്പോൾ മണ്ണ് എല്ലാവരും വീഡിയോ ഫുൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആ റോഡിൻ്റെ അവസ്ഥ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അധികൃതർ എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മഴ മാറിയിരിക്കുന്ന സമയം വർക്ക് എത്രയും പെട്ടെന്ന് നടത്തി അത് ഫാസ്റ്റാക്കി പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കുറേ വാർത്തകൾക്കും വീഡിയോകൾക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.